ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സുസുക്കി ഡിസയറിൻ്റെ ഗിയർ നോബ് എങ്ങനെ മാറ്റി വയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും മിക്കവാറും സ്വിഫ്റ്റിനും വരുന്നത്, അതുപോലെ സിയാസിനും എല്ലാം ഇത് തന്നെയായിരിക്കും വരുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ഗിയർ നോബ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ 400 രൂപയാണ് വരുന്നത്. ഞാൻ ഇത് സുസുക്കിൻ്റെ സ്പെയർ പാർട്സ് കടയിൽ നിന്നാണ് മേടിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വില കൂടുതൽ. നിങ്ങൾ ചിലപ്പോൾ വേറെ കടകളിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ വില കുറച്ച് കിട്ടുമായിരിക്കും. ഇത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഗിയർ നോബ്. അപ്പോൾ ഇത് മാറ്റാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഇത് ഒരുമാതിരി പൊട്ടി പൊളിഞ്ഞൊക്കെ പോയി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെയിലത്തിടാൻ നേരത്ത് ഇത് ഉരുവി ഒരുമാതിരി നമ്മളെ കയ്യിൽ ഒട്ടുന്ന ഒരു രീതിക്ക് വന്ന് നോക്കാൻ നേരത്ത് ഫിംഗർ പ്രിൻ്റൊക്കെ കാണാൻ പറ്റും. ഭയങ്കരത്തിന് ഉരുവൊന്നുമല്ല, ഉരുവി നമ്മളെ കയ്യിൽ ഒട്ടും നമുക്ക് ഒരുമാതിരി അൺകംഫർട്ടബിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഗിയർ നോബ്. ഇത് ഊരാനായിട്ട് വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് പിടിച്ച് മുകളിലോട്ട് പൊക്കിയാൽ മാത്രം മതി. ഇത് ചുമ്മാ ഒന്ന് വലിച്ചാൽ മതി, ഇത് ഈസി ആയിട്ട് ഊരി വരും. വലിയ പാടൊന്നുമില്ല. ഇത്തിരി ചിലപ്പം ടൈറ്റ് ആയിരിക്കും. ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ അങ്ങനായിട്ട് കുത്തി ഇളക്കിയാൽ മതി. പക്ഷേ കുത്താൻ നേരത്ത് ഇവിടെ ഒന്നും പറ്റാതെ നോക്കണം. നിങ്ങൾ ഗിയർ മാറ്റി വയ്ക്കാൻ പോകുന്ന ഈ ഒരു സാധനത്തിന് വലിയ പ്രശ്നം പറ്റിയാലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇത് തിരിച്ച് വയ്ക്കാനായിട്ട് ജസ്റ്റ് ഇതെടുത്ത് നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ജസ്റ്റ് താത്തങ്ങ് ഇറുക്കി നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ 2 കൈ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇറുക്കി അങ്ങോട്ട് താഴത്തോട്ട് വെച്ചാൽ മതി. ഒരു ഇതിലങ്ങ് ഇറങ്ങി നല്ല ശക്തിയിൽ ഇറക്കി ആദ്യം ടൈറ്റായിട്ട് ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ മാറ്റാൻ നേരത്ത് ന്യൂട്രലിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സുസുക്കി ഡിസയറിൻ്റെ ഗിയർ നോബ് എങ്ങനെ മാറ്റി വയ്ക്കാനായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ നേരത്ത് സുസുക്കിയുടെ തന്നെ സ്പെയർ പാർട്സ് ഇടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വില കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ സാധാരണ ഏതെങ്കിലും കടയിൽ പോയാൽ കുറച്ചുകൂടി വ്യത്യാസമായിട്ടുള്ള ഏതെങ്കിലും കിട്ടുകയും ചെയ്യും, വില കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള ഉപകാരപ്പെട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.